ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ ദിവ്യ അയ്യരെ മാറ്റിയതിൽ രണ്ടഭിപ്രായമാണ് CPM ഉള്ളത്. എന്താണ് ഇതിന്റെ ടീച്ചറുടെ അഭിപ്രായം? അങ്ങനെ രണ്ടഭിപ്രായം CPM ഇല്ല. നിങ്ങൾ ഇന്നലെ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഉദ്യോഗസ്ഥന്മാരെ IAS പരസ്പരം മാറ്റും. എന്നാൽ വിഴിഞ്ഞത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ LDF ഗവൺമെന്റിന്റെ പോളിസി അല്ല UDF ഗവൺമെന്റ് സ്വീകരിക്കുന്നതെന്നാണ്. വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് LDF ഗവൺമെന്റ് ഇടപെടുകയും ചെയ്യുകയും ചെയ്തു. എന്നാൽ ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണം അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ UDF ഗവൺമെന്റ് വന്നതിന് ശേഷം ആ നിയന്ത്രണം ഇല്ലാതാക്കിക്കൊണ്ട് വലിയ മൾട്ടിനാഷണൽ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഈ പോർട്ട് ഏൽപ്പിക്കുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ വിവാദമില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. വിവാദമാകുന്നത് ശരിയല്ലാത്ത തീരുമാനം എടുക്കുന്നത് കൊണ്ടാണ്. IAS ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്വം അതത് ഗവൺമെന്റുകളുടെ പോളിസി നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഏറ്റവും നന്നായിട്ട് അത് നിർവഹിച്ചിട്ടുള്ള ആളാണ് ദിവ്യ അയ്യർ. എന്നാൽ പൊതുവായി ഉദ്യോഗസ്ഥന്മാരുടെ മാറ്റത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാറുണ്ട്. അത്ര സിമ്പിളായിട്ട് പറഞ്ഞ ഒരു കാര്യം ഈ പാർട്ടിക്കകത്ത് എന്തോ ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ള മട്ടിലാണ് നിങ്ങൾ ചിലർ പ്രചരിപ്പിച്ചത്. അല്ല, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വിഴിഞ്ഞം പോർട്ടിന്റെ കാര്യത്തിൽ UDF ഇപ്പോൾ കൈക്കൊള്ളുന്ന നടപടി ശരിയല്ല. അത് പരിശോധിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ. മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് ഇപ്പോൾ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് ഇതിനകത്ത് താല്പര്യം എന്നുള്ള കാര്യമാണ്. അദ്ദേഹം അന്ന് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാക്കുന്ന പ്രവർത്തനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേതൃത്വപരമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആ രീതിയിലാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. ഒരു വ്യക്തത വരുത്താത്തതാണോ പ്രശ്നം? KK രാഗേഷിന്റെ വ്യക്തത ഇല്ലാത്തത് ഇത് കേട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചിലപ്പോൾ മാധ്യമങ്ങളും അതുപോലെ കേൾക്കുന്ന മറ്റു മീഡിയകളും ഒക്കെ വ്യക്തതയോടെ റിപ്പോർട്ട് ചെയ്താൽ കുഴപ്പമില്ല. അല്ല, PK ശ്രീധർ ടീച്ചർ ഇപ്പോഴും ആര് സ്പെസിഫിക് ആയിട്ട് PK ശ്രീധർ ടീച്ചർ ഇപ്പോൾ മാധ്യമങ്ങളോട് 5 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിനകത്ത് വ്യക്തത KK രാഗേഷും വരുത്തണം എന്ന് തന്നെയായിരുന്നു. എനിക്കെന്താ വ്യക്തതയില്ലാത്തതെന്ന് മനസ്സിലായിട്ടില്ല. അതെ, അതെനിക്കറിയില്ല. ഞാൻ ഇതിലെ പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനം വ്യക്തമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എടുത്ത തീരുമാനത്തെ കുറിച്ച് പറയാൻ സാധിക്കില്ല. CPMന്റെ അഭിപ്രായം എന്താ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആ വിഴിഞ്ഞം പോർട്ടിനോട് എടുത്ത താല്പര്യം അതിൽ കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ്. ആ താല്പര്യം ഇല്ലാതായി പോകരുത്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ താല്പര്യം ഇല്ലാതാകരുത്. അതില് ഗവൺമെന്റ് മാത്രമല്ല, അതിൽ ഷെയർ ഉണ്ടല്ലോ നേരത്തെ അദാനിക്ക്. പക്ഷേ ആ ഷെയറിലൊരു വലിയ വിഭാഗം വിൽപ്പന നടത്തുമ്പോൾ ഈ ബൈലോ അനുസരിച്ച്, നിയമാവലി അനുസരിച്ച് വിൽക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ പെർമിഷനോട് കൂടി ആയിരിക്കണം എന്നുണ്ട്. ആ പെർമിഷൻ ഇല്ലാതെ ഷെയർ കൈമാറുന്നു എന്ന് വന്നപ്പോഴാണ് അതിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഞങ്ങളുടെ ഗവൺമെന്റുള്ള സമയത്ത് അവരെയാണ് നിശ്ചയിച്ചത്. ആ ഗവൺമെന്റിന്റെ കാലാവധി കഴിയുന്നത് വരെ അവർ തുടർന്നു. അല്ല, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, അസ്വാഭാവികത ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരെ ഓരോ ഗവൺമെന്റ് വരുമ്പോഴും കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരെ ഓരോ മേഖല നിശ്ചയിക്കും. അവർ സ്ഥിരമല്ല IAS ഉദ്യോഗസ്ഥന്മാര്. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. മാറ്റിയതിൽ അങ്ങനെ ഒന്നും പറയാനില്ല, പ്രത്യേകിച്ച് വിവാദമാക്കേണ്ടതില്ല. പക്ഷേ പരിശോധിക്കേണ്ട വിഷയം മാറ്റുന്നതിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതിപ്പോൾ എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ വിമർശനപരമായി പറയുന്നത് ഒരേ ഒരു കാര്യമാണ്. അതെന്താ? അദാനിയുടെ കയ്യിലുള്ള ഷെയറിന്റെ ഭീമമായ ഭാഗം മറ്റൊരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റിന് കൈമാറാൻ ശ്രമിച്ചു, അതിനുള്ള നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ കൈമാറുന്നത് സംസ്ഥാന ഗവൺമെന്റ് അറിഞ്ഞിട്ടുണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാന്യനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾ അറിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ അദാനി അറിയിച്ചിട്ടില്ല എന്നാണ്. അറിയിച്ചിട്ടില്ലെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കേണ്ടതാണ്. അപ്പൊ ഗവൺമെന്റിനെ അറിയിക്കാതെ ഓഹരി കൈമാറ്റത്തിന് മുതിരുന്നത് ഒരു നല്ല നീക്കമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം. അതെ, അനാവശ്യ വിവാദങ്ങളല്ല. എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. വലിയ വിവാദമാക്കി മാറ്റലല്ല. ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ചയുണ്ടെങ്കിൽ ബഹുമാനായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ അറിയില്ല, സർക്കാർ അറിയില്ല. സർക്കാർ അറിയില്ലെങ്കിൽ അത് നടക്കരുത്. സർക്കാർ അറിയാതെ നടക്കരുത്. അത്രേ ഉള്ളൂ. ഇത് രണ്ടല്ല, പറയുന്നത് ഒന്നാണ്. നിങ്ങൾ അതിനെന്തിനാ രണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്, കൃത്യനിഷ്ഠയോടെ നടക്കുകയാണ് വേണ്ടത്. അത് തന്നെയാണ് EPM പറയുന്നത്, അതിനെയാണ് ഞങ്ങളെല്ലാം പറയുന്നത്, അതാണ് പാർട്ടിയും പറയുന്നത്.